സി പി എമ്മിൻ്റെ ആക്രമണ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇരയല്ലേ സദാനന്ദൻ മാസ്റ്റർ. രണ്ട് കാലും വെട്ടിതാരാണ്. അതുപോലെ പേരാമ്പ്രയിലെ മറ്റോ ഒരു സ്കൂളിൽ കയറിയ ഒരു അധ്യാപകനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെട്ടിതാരാണ്. ഇന്ന് RSS 100 വർഷം ആകുന്നതിൻ്റെ ഒരു ആഘോഷമായിട്ട് ഉള്ളൊരു ചടങ്ങായിരുന്നു അത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ ചടങ്ങുകൾ സംഘടിപ്പിച്ച് എല്ലായിടത്തും RSSൻ്റെ ആശയം സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് സംഘത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ ചടങ്ങുകൾ എല്ലായിടത്തും ഉണ്ടാവും. ഇന്നുമുണ്ട്, നാളെയുമുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്വയം സേവകനായിട്ട് ഞാൻ പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് 2 വർഷമോ 3 വർഷം മുമ്പ് പട്ടിമറ്റത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 6-7 വർഷം മുമ്പ് കാക്കനാട്, എറണാകുളത്ത് പല സ്ഥലത്ത് കാക്കനാട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമല്ല, ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്, ഇനിയും പങ്കെടുക്കും. ഇനിയുള്ളത് എങ്ങനെയാണ് സാർ? എന്തെങ്കിലും പദ്ധതികൾ എങ്ങനെയാണ് സാർ? എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം മാറണം? ഏതൊക്കെ സേവന പ്രവർത്തനങ്ങളാണ് പോകുന്നത്? എങ്ങനെയൊക്കെയാണ് സാറിൻ്റെ ഭാഗമായി മാറാൻ പോകുന്നത് സംഘത്തിൻ്റെ ഭാഗം? ഞാനൊരു സ്വയം സേവകമായിട്ട് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവുകൾ, എൻ്റെ ശക്തി, എൻ്റെ സമയം ഒക്കെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അത് എങ്ങനെ എന്നുള്ളതൊക്കെ ഇനി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. കേരളത്തിലേറെ വിമർശിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് RSS. പല ഭാഗത്തു നിന്നും വലിയ വിമർശനം വരാറുണ്ട്. അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഈ ഗണവേഷം ധരിച്ചുകൊണ്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് തീരുമാനത്തിലേക്ക്? കേരളത്തിൽ എന്തുകൊണ്ടാണ് RSSന് ഒരു 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 കോൺട്ര അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളത് എന്നുള്ളതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു 10-30-40 കൊല്ലം മുമ്പ് കണ്ണൂർ മേഖലയിൽ CPM-ഉമായിട്ട് കുറേയധികം അക്രമം, CPM അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് നമ്മൾ സദാനന്ദൻ മാസ്റ്റർ 2 കാല് CPM-കാർ വെട്ടിമുറിച്ചത് നമ്മളടുത്ത് കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു MP ആയപ്പോഴാണ് എല്ലാവരും അത് അറിയുന്നത്. അപ്പോൾ CPM കുറേയധികം ആക്രമണം RSSനെതിരെ നടത്തി. അപ്പോൾ അക്രമം നടത്തുമ്പോൾ അതിനു മുമ്പ് പ്രചരണവും നടത്തുമല്ലോ. അപ്പോൾ ആ ഒരു CPM-ൻ്റെ ഒരു പ്രചരണം ഉണ്ട്, RSS മോശമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. 2, കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. 1906-ലാണ് ഇത് ഇന്ത്യയിൽ രൂപീകരിച്ചതെങ്കിലും കേരളത്തിൽ അത് വളരെ സജീവമായ ഒരു പാർട്ടിയാണ്. ഇതൊരു ഹിന്ദുത്വ പാർട്ടി എന്നല്ല, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതപരമാണ് എന്നൊക്കെയുള്ളൊരു ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചരണങ്ങൾ ബോധപൂർവം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും വേറൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു CPM-ൻ്റെ പ്രചരണം, അതുപോലെ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളാലുള്ള പ്രചരണം, ശരിക്കും സംഘം എന്ന് പറയുന്നത് വ്യക്തികളുടെ വികസനത്തിനും അതുപോലെ സമൂഹത്തിൻ്റെ ഒരു ശാക്തീകരണത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് തന്നെ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും എത്ര ലളിതമായിട്ടാണ് ചടങ്ങുകളെന്ന്. സംഘത്തിൻ്റെ ഒരു സ്റ്റേജിൽ 3 അല്ലെങ്കിൽ 4 കസേര കൂടുതൽ കാണില്ല. അതുപോലെ വളരെ ലളിതമായിട്ട്. അതേസമയം മറ്റ് ചടങ്ങുകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ചടങ്ങുകളൊക്കെ എത്ര ആർഭാടമായിട്ടായിരിക്കും നടത്തുന്നത്, എത്രയോ പൈസ ചിലവാക്കുന്നത്. ഇവിടെ എല്ലാവരും നിലത്താണ് ഇരിക്കുന്നത്, കസേര പോലും ഇല്ലാതെ. അത്ര വളരെ ലളിതമായിട്ട് പരിപാടികൾ നടത്തുകയും ലളിതമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ആൾക്കാരാണ് സ്വയം സേവക്. പക്ഷേ ആ ലാളിത്യം ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാം കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചരണങ്ങൾ RSSനെതിരെ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കേരളത്തിൽ. CPM-ൻ്റെ അക്രമ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ താങ്കൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട് സംഘത്തിനൊപ്പം ചെയ്യാനായിട്ട്? CPM-ൻ്റെ ആക്രമണ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇരയല്ലേ സദാനന്ദൻ മാസ്റ്റർ. 2 കാലും വെട്ടിതാരാണ്. അതുപോലെ പേരാമ്പ്രയിലെ മറ്റോ ഒരു സ്കൂളിൽ കയറിയ ഒരു അധ്യാപകനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെട്ടിതാരാണ്. അതെ, അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ട്. അതുപോലെ സ്വയം സേവകരല്ല എന്നാൽ പോലും കാസർഗോഡ് കൃപേഷിനെയും ശരത്ലാലെന്ന് വെച്ചാൽ 2 യുവാക്കളെ കൊന്നതാരാണ്. ആ കൊന്നവർക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയതാരാണ്. സാധാരണ ഒരു സർക്കാർ എപ്പോഴും ഒരു വിക്ടിമിന് വേണ്ടി
വിക്ടിമിൻ്റെ നീതിക്ക് വേണ്ടിയിട്ടാണ് ഒരു സർക്കാർ നിൽക്കേണ്ടത്. അതിന് പകരം പെരിയയിൽ 2 ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മരണത്തിൽ ഈ സർക്കാർ ആരുടെ പക്ഷത്താണ് നിന്നത്? അപ്പോൾ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതുപോലെ ഇപ്പോൾ ഭരിക്കുന്ന CPM-ൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെ തലയ്ക്ക് ഒരു 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 എന്താ ഇടിക്കുമ്പോൾ അത് എന്താ പറയുക, ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ നിലവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും RSSനെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന, അധർമ്മം ചൂണ്ടിക്കാണിക്കുന്ന, അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന സ്വയം സേവകരെയൊക്കെ തീർച്ചയായിട്ടും ഹരാസ് ചെയ്യാനും കളിയാക്കാനും ഒക്കെയുള്ള ശ്രമം കേരളത്തിൽ തുടരും. അത് ഒരു അധർമ്മത്തിലൂന്നിയുള്ളൊരു ഭരണം നടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് ഞാൻ BJP-യിൽ 2021 തൃശ്ശൂർ വെച്ച് ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ BJP എന്ന പാർട്ടിയുടെ തീരുമാനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. പക്ഷെ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്.